ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന പലരും ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു കംപ്ലൈന്റിനെ കുറിച്ചാണ്. അതായത് വാഹനത്തിന്റെ AC തുടക്ക സമയത്ത്, അതായത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തണുപ്പുണ്ട്, കുറച്ച് ദൂരം ഓടി കഴിയുമ്പോഴത്തേക്കും പിന്നെ തണുപ്പില്ല. അതായത് വാഹനത്തിന്റെ AC കൂളാകുന്നില്ല. നിങ്ങൾ ഡെയിലി ഓടുന്ന ഒരു കിലോമീറ്റർ ഏകദേശം ഒരു 8 കിലോമീറ്റർ മാത്രം ഓടുന്ന ഒരു വ്യക്തിയാണ്. 8 തൊട്ട് 10 ആ ഒരു റേഞ്ച് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. വാഹനത്തിന് വേറെ വാർണിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ AC കുറച്ച് നേരം മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അതായത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വാഹനത്തിൽ വേറെ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ AC ചില സമയത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ACക്ക് കംപ്ലൈൻറ്റ് ഇല്ല എന്ന് തന്നെ നിങ്ങൾക്ക് 100% ഉറപ്പിക്കാൻ സാധിക്കും. കാരണം രാവിലെ എടുക്കുമ്പോൾ നമുക്ക് ACക്ക് തണുപ്പുണ്ട്, അതും നല്ല കൂളിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ചെറിയ കൂളിംഗ് അല്ല, നല്ല സൂപ്പർ കൂളിംഗ് ഉണ്ട്. അത് രാവിലെ എടുക്കുന്ന സമയത്താണല്ലോ, ഉച്ചയ്ക്ക് എടുക്കുന്ന സമയത്താണല്ലോ വാഹനം കുറച്ച് നേരത്തേക്ക് മാത്രം ACക്ക് കൂളിംഗ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ വാഹനത്തിന്റെ റേഡിയേറ്റർ ഫാൻ, അതായത് നമ്മുടെ വാഹനത്തിന്റെ റേഡിയേറ്ററിനെ കൂൾ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വാഹനത്തിന്റെ കൂളന്റ് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് വാഹനത്തിന്റെ കൂളന്റ് വാഹനത്തിന്റെ അടിഭാഗത്തോ എവിടെയെങ്കിലും നമ്മൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടോ എന്നൊന്ന് ജസ്റ്റ് കൺഫേം ആക്കുക. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ വാഹനം തണുത്തിരിക്കുന്ന സിറ്റുവേഷൻ, അതായത് വാഹനം കോൾഡ് ആയിട്ടിരിക്കുന്ന കണ്ടീഷനിൽ റേഡിയേറ്റർ തുറന്നു നോക്കി റേഡിയേറ്ററിനകത്ത് കൂളന്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് കൺഫേം ആക്കുക. അങ്ങനെ എന്തെങ്കിലും കൂളന്റ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കൂളന്റ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കുക. ഡിസ്റ്റിൽഡ് വാട്ടർ ഫില്ല് ചെയ്ത് നോക്കുക. കൂളന്റ് നിങ്ങളുടെ കയ്യിൽ മേടിക്കാനില്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ മേടിച്ച് ഫില്ല് ചെയ്യുക. ഒരുപാട് കുറവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ട് കാണിക്കുക. കുറച്ചളവ് മാത്രം കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഓടിക്കാൻ ശ്രമിക്കുക. റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നുണ്ടോ എന്ന്, അഥവാ നമ്മുടെ വാഹനത്തിന്റെ കൂള് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റേഡിയേറ്റർ ഫാൻ അഥവാ കണ്ടൻസർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് AC ഓൺ ചെയ്തിടുക. അങ്ങനെ AC ഓൺ ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ റേഡിയേറ്റർ ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഫാനിന് കംപ്ലൈന്റ് ഇല്ല. ഇനി അഥവാ ഫാൻ കറങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ റേഡിയേറ്റർ ഫാൻ കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഫ്യൂസ് പോയതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ വയറിങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് റേഡിയേറ്റർ ഫാനിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നെ ആ വാഹനം ഓടിക്കാൻ പാടില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഒരു അത്യാവശ്യ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ AC ഓഫ് ചെയ്ത് ഗ്ലാസ് താത്തിട്ട് പതുക്കെ സ്പീഡ് കുറച്ച് നമുക്ക് ഓടിച്ച് ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി എന്തെങ്കിലും ഓവർ ഹീറ്റിന്റെ വാർണിംഗ് ലൈറ്റ്, അതായത് ഒരു റെഡ് വാർണിംഗ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഈ വാഹനം ഓടിക്കാൻ പാടില്ല. റെഡ് ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റിന്റെ എംബ്ലം, നമ്മുടെ വാഹനത്തിൽ ഹീറ്റിന്റെ ഗേജ് കാണും, അതായത് കോൾഡ് ഹീറ്റ് അത് സെൻട്രലായിരിക്കും നിൽക്കുന്നത്. അത് സെൻട്രലിൽ നിന്ന് മേലോട്ട് ഒരുപാട് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ആ വാഹനം ഓടിക്കാൻ പാടില്ല, സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കണം. ഇനി വാഹനത്തിൽ നമ്മൾ ഈ കൂളന്റിന് പകരം ഡിസ്റ്റിൽഡ് വാട്ടർ ഫില്ല് ചെയ്യുന്ന സമയത്ത് അടിയിൽ കൂടെ ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻ തന്നെയാണ്, വാഹനം ഓടിക്കാൻ പാടില്ല. അടുത്തൊക്കെയാണ് നമ്മുടെ ഷോറൂം ഉള്ളെങ്കിൽ അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ഓൺ റോഡ് അസിസ്റ്റൻസ് വിളിച്ചിട്ട് അവരോട് വന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വാഹനം കൊണ്ടുപോകാൻ വേണ്ടി പറയുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ ACയുടെ കൂളിംഗ് കുറച്ച് നേരം കിട്ടും പിന്നെ കിട്ടില്ല എന്ന് വരുന്നതിൻ്റെ കാര്യം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, കുറേ ദൂരം, അതായത് ഒരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൽ AC കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ACയുടെ കൂളിംഗ് കോയിൽ അഥവാ ഇവാപ്പറേറ്റർ അസംബ്ലിക്ക് എന്തെങ്കിലും രീതിക്ക് പൊടി കയറി അടഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. കാരണം കണ്ടൻസേഷൻ ഉണ്ടാകുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അങ്ങനെ ഇവാപ്പറേറ്റർ അസംബ്ലിയുടെ മേളിൽ വരുന്ന വെള്ളം ഈ പൊടിയും കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ എയർ ഫ്ലോ വരാൻ പറ്റാതെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഐസ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്തൂടെ എയർ ഫ്ലോ വരാതെ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ACയുടെ തണുപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കത്തില്ല. അതും ഒരു കംപ്ലൈന്റ് ആണ്. പക്ഷേ ഈ ഒരു കംപ്ലൈന്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ACയുടെ കൂളിംഗ് കോയിൽ അഥവാ ഇവാപ്പറേറ്റർ അസംബ്ലി അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നതായിരിക്കും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞൊരു സിറ്റുവേഷൻ വേറെയാണ്, ഈ പറഞ്ഞ സിറ്റുവേഷൻ വേറെയാണ്. ആദ്യത്തെ സിറ്റുവേഷൻ കുറച്ച് നേരത്തേക്ക് മാത്രം നമുക്ക് AC കൂളിംഗ് കിട്ടുന്നതാണ്. ലാസ്റ്റ് പറഞ്ഞത് കുറേ ഏറെ ദൂരം നമ്മൾ ഓടിച്ചതിന് ശേഷം നമുക്ക് AC കൂളിംഗ് കിട്ടാതെ വരുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ ഒരു കമന്റ് രേഖപ്പെടുത്തുക.